students, welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. First class, we have learned what are the differences between cost center and profit center. Today we are going to discuss the most important topic, method of costing, methods of costing. What is method of costing? Methods of costing are used for ascertaining cost of a particular product, service, etc. Method of cost is used for ascertaining cost. Okay. First method of costing is job costing. Job costing means that form of specific order costing which is applied where work is undertaken to customers' specific requirements. It is applied in such industries which produce definite articles against individual orders from customers. This method is applicable to printers, machine tool manufacturers, general engineering works, etc. Job costing. Job costing also used for ascertaining cost of a particular job or specific order. ഒരു സ്പെസിഫിക് ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ജോബ് കോസ്റ്റിംഗ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും അവിടെ ജോബ് നടക്കുന്നത്. ഒരു കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഒരു ജോബ് അണ്ടർടേക്കൺ ചെയ്യുന്നുവെങ്കിൽ ആ ജോബിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്രിൻ്റർ, ഒരു എക്സാമ്പിൾ പ്രിൻ്ററാണ്. പ്രിൻറ്റേഴ്സ് നമുക്കറിയാം നമ്മൾ പറയുന്നതനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളായിരിക്കും ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ രീതികളൊക്കെ നമ്മളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് വർക്ക് പ്രിൻറ്റ് ചെയ്ത് തരുമ്പം അതിൻ്റെ കോസ്റ്റ് എത്രയെന്ന് അസർട്ടൈൻ ചെയ്യുന്നു. അതാണ് ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ്സിനനുസരിച്ച് സ്പെസിഫിക് ഓർഡർ അനുസരിച്ച് പ്രിൻറ്റ് ചെയ്യുന്നു. അതുപോലെ ജനറൽ എഞ്ചിനീയറിംഗ് വർക്ക്സിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് വാളിന് നമ്മളൊരു ഗേറ്റ് പണിയാൻ പോകുന്നു. അപ്പോൾ ആ ഗേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെങ്ങനെയൊക്കെ ആയിരിക്കണം, ആ ഗേറ്റ് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയായി. അപ്പോൾ ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾ എന്ന് പറയുക, ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് ബാച്ച് കോസ്റ്റിംഗ്. Batch costing means that form of specific order costing which applies where similar articles are manufactured in batches either for sale or for use within the organization or within the undertaking. Okay, it is also form of specific order costing which applies where similar articles are manufactured. അപ്പോൾ സിമിലർ ആർട്ടിക്കിൾസ് മാത്രം അവിടെ യൂണിഫോമിറ്റി ആയിരിക്കും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് എല്ലാം തന്നെ എന്തായിരിക്കും, യൂണിഫോമിറ്റി ഉള്ളതായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുക, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുക. അത് നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകാം, ഔട്ട്സൈഡിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് തന്നെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്തായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുക, ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. തേർഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. It is the method of costing applied in such concerns where the job is big and is spread over a long period of time. For each job or contract work, a separate contract account is maintained. This method is used by building contractors, civil engineering contractors, etc. Okay, then third important one, contract costing. It is a method of costing applied in such concerns where the specialties job is big. First one, the job is big ആയിരിക്കണം, okay, and is spread over a long period of time. And the second specialty എന്ന് പറയുമ്പോൾ it is spread over a long period of time. അപ്പോൾ അങ്ങനെയുള്ള ഈ രണ്ട് സ്പെഷ്യാലിറ്റി ഉള്ള ബിസിനസ് യൂണിറ്റ് ആണെങ്കിൽ അവിടെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ അല്ലേ. അപ്പോൾ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോബ് എന്ന് പറയുന്നത് ബിഗ് ആയിരിക്കണം, അതുപോലെ കുറച്ച് ടൈം എടുത്ത് എന്ത് ചെയ്യേണ്ടി വരുന്നു, ആ ജോബ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള ബിസിനസ് യൂണിറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ കോൺട്രാക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, സെപ്പറേറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻ ഫോർ കാൽക്കുലേറ്റിംഗ് എന്താണ് പ്രോഫിറ്റ് ഓർ ലോസ് ഓർ കോസ്റ്റ് എക്സെട്ര. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ബൈ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സ് എക്സെട്ര.
അപ്പം ഈ കോൺട്രാക്ടേഴ്സ്, ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സൊക്കെ കോസ്റ്റ് എത്രയായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓക്കെ, ഫോർത്ത് വൺ, പ്രോസസ് കോസ്റ്റിംഗ്. It is a method of costing applied in such concerns where the process of production is completed in distinct stages. The out of one process, the output of one process is the input of the next stage. The output of one process is the input of the next stage till finished product is obtained. This method of costing is applied in concerns such as chemical manufacturing, oil refining, paint manufacturing, glass works, cement manufacturing, etc. Okay, process costing. It is a method of costing applied in such concerns where the process of production is completed in distinct stages or distinct process. ഡിഫറെൻറ്റ് പ്രോസസ്സ് വഴി ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിൽ കൂടി കടന്നു പോയാൽ മാത്രമേ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ ഉള്ള ബിസിനസ് യൂണിറ്റിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഔട്ട്പുട്ട് ഓഫ് ദ വൺ പ്രോസസ് ഈസ് ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുക നെക്സ്റ്റ് സ്റ്റേജിലെ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന എപ്പോൾ വരെ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത് വരെ ഇതെന്താണ് ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് ഇൻ എവിടേക്കാണ്, കെമിക്കൽ മാനുഫാക്ചറിങ്ങിൽ, അതുപോലെ ഓയിൽ റിഫൈനിങ്ങിൽ, ദെൻ പെയിൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ, ഗ്ലാസ് വർക്ക്സിൽ, അതുപോലെ സിമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും, പ്രോസസ് കോസ്റ്റിംഗ് ആയിരിക്കും. Fifth important one is operation costing. Operation costing. It is a method of costing applied in such concerns where the process of production is continuous and the units produced are identical. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയിരിക്കണം. അതുപോലെ ദ പ്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ. പ്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് എന്തുമായിരിക്കണം, ഐഡൻറ്റിക്കൽ ആയിരിക്കണം. അപ്പം ഈ രണ്ട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടെങ്കിൽ, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയിരിക്കണം. അതുപോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഒരേപോലത്തതായിരിക്കണം. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുക, ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുക. എന്താണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ സച്ച് കൺസേൺസ് വെയർ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ ഐഡൻറ്റിക്കൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിംഗിൾ ഓർ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. അപ്പോൾ സിംഗിൾ കോസ്റ്റിംഗ് എന്നും ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നും യൂണിറ്റ് കോസ്റ്റിംഗ് എന്നൊക്കെ മറ്റു പേരുകളിലും എന്തറിയപ്പെടും, ഓപ്പറേഷൻ കോസ്റ്റിംഗ് അറിയപ്പെടും. ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, ബ്രിക്സ് വർക്ക്സ് എക്സെട്ര. മൈനിൽ, അതുപോലെ കൊറീസിൽ, അതുപോലെ ബ്രിക്സ് മാനുഫാക്ചറിങ് യൂണിറ്റിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആയിരിക്കും. ദെൻ സിക്സ്ത് വൺ, സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തത് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്, ഇവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. ഓക്കെ, ദിസ് ഈസ് കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈഡ് ഇൻ സച്ച് ഇൻഡസ്ട്രീസ് വെയർ റെൻഡർ സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമർ. അപ്പോൾ സർവീസ് റെൻഡർ ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്തായാലും അല്ലെങ്കിൽ ആ ഒരു സർവീസിൻ്റെ കോസ്റ്റ് എന്തായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുക, സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ദിസ് ഈസ് ദ കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈഡ് ഇൻ സച്ച് industries where services rendered to its customer. Okay, it is applied in transport undertakings, power supply companies, hospitals, hotels, etc. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് എന്ത് അപ്ലൈ ചെയ്യുക, സർവീസ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. വൺ, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. മൾട്ടിപ്പിൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒന്നിലധികം കോസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. നോക്കാം നമുക്ക്. It is the application of two or more methods of costing in respect of the same product. This method is suitable for industries where a number of component parts are separately produced and subsequently assembled into a final product.
Same method of costing cannot be applied for all the component parts, so a combination of two or more methods applied in such concerns. Okay, അപ്പം it is the application of two or more method of costing in respect of the same product. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എങ്കിൽ ഒന്നിലധികം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു എങ്കിൽ ആ മെത്തേഡിനെ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയാം. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയാം. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ, ഇനി എന്ത് ഇൻഡസ്ട്രീസിനാണ് ഇത് സ്യൂട്ടബിൾ എന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രീസ് വെയർ എ നമ്പർ ഓഫ് കമ്പോണൻറ്റ് പാർട്സ് ആർ സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ്. അപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റിൻ്റെ കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം സപ്പോസ് ഒരു 3 കമ്പോണൻറ്റ് പാർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 കമ്പോണൻറ്റ് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പിന്നീട് നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു ഫൈനൽ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അസംബിൾ ചെയ്യുകയാണ്. അപ്പം ഇവിടെ തന്നെ 3 കമ്പോണൻറ്റ് പാർട്സ് ഉണ്ട്. ആ 3 കമ്പോണൻറ്റ് പാർട്സിനും ചിലപ്പം 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ. അപ്പം 3 കമ്പോണൻറ്റ് പാർട്സ് ഉണ്ടെങ്കിൽ ആ 3 കമ്പോണൻറ്റ് പാർട്സിനും ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നു, കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ അതെന്ത് ചെയ്യുന്നു, അസംബിൾ ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കിയിട്ട് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരുന്നു. ഓക്കെ അല്ലേ. അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യേണ്ടി വരുന്നു എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയാം. സെയിം മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് cannot be applied for all the component parts, so a combination of two or more methods applied in such concerns. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസിൽ എന്ത് ചെയ്യും, കൂടുതൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നു ഒരു പ്രോഡക്റ്റിൻ്റെ ഫൈനൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുക, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന്. 8th ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് ഫാം കോസ്റ്റിംഗ്. Farm costing. It is the application of costing principles and technique to farming. ഫാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് എന്തെന്ന് പറയുക, ഫാം കോസ്റ്റിംഗ് എന്ന് പറയുക. ഫാമിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ആക്ടിവിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, നഴ്സറി, റൈസിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്, ഡയറി, പോൾട്രി, സെറികൾച്ചർ എക്സെട്ര. അപ്പോൾ ഇതാണ് നമ്മൾ ഫാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന, അപ്പോൾ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുക, ഫാം കോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ അല്ലേ. ദെൻ നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ, നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. റൈറ്റ് ദ നോട്ട്സ് ഓൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. നോട്ട് എഴുതുക. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ജോബ് കോസ്റ്റിംഗ്, വാട്ട് ഈസ് ബാച്ച് കോസ്റ്റിംഗ്, വാട്ട് ഈസ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഇതെല്ലാം 1 മാർക്കിനും 2 മാർക്സിനും റിപ്പീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എസ്സേയുടെ പാർട്ടായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എസ്സേയുടെ പാർട്ടായിട്ടും മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് നമ്മുടെ ലെക്ചർ വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക.